ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായ നമ്മുടെ കർത്താവിന്റെ നാമം ഈ രാത്രിയിലും നമ്മുടെ ഈ കൂടിവരവിലൂടെ മഹത്വപ്പെടട്ടെ. നമ്മെ സ്നേഹിച്ചവനും തന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കിയവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ആദരവോടെ ഈ സമയം നിങ്ങളേവർക്കും അറിയിക്കും. ഒരു നാൾ കൂടെ ദൈവം നമ്മുടെ ആയുസ്സിനോട് കൂട്ടിച്ചേർത്തു. നമ്മുടെ നന്മകളാലല്ല, നമ്മുടെ എന്തെങ്കിലും വിശുദ്ധി കൊണ്ടോ നീതി കൊണ്ടോ അല്ല. പല ആവർത്തി പറഞ്ഞിട്ടുള്ളതുപോലെ, ഇറ്റ്സ് നോട്ട് ബിക്കോസ് വി ആർ റൈച്ചസ്, റാദർ ടു ബിക്കം മോർ റൈച്ചസ് God has added one more day, or God has given more blessings and shown his benevolence. ദൈവം നമ്മുടെ നീതി കണക്കിട്ടത് കൊണ്ടല്ല, പകരം നാം അധികം നീതിമാന്മാർ ആകേണ്ടതിന് വേണ്ടിയാണ് നമുക്ക് ഒരു നാൾ കൂടെ നീട്ടിത്തന്നത്, നമ്മോട് കരുണ കാണിച്ചത്, നമുക്ക് നന്മകളും ഉപകാരങ്ങളും ഒക്കെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഇന്നലത്തേക്കാൾ നമ്മൾ ഇന്ന് അധികം നീതിയുള്ളവരായി, എന്ന് വെച്ചാൽ ദൈവാനുരൂപരായി തീരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ എന്നാഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാൻ അതിനായി എന്നെ തന്നെ സമർപ്പിക്കുകയും നിങ്ങളെ അതിനു വേണ്ടി പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് പോകാം വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിലേക്ക്. 14, 15, 16 അധ്യായങ്ങൾ നാം ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം അറിയുന്നത് പോലെ വെളിപ്പാട് പുസ്തകം ഉൾപ്പെടെ ബൈബിളിലെ പുസ്തകങ്ങൾ ഒന്നും തന്നെ എഴുതപ്പെട്ടത് അധ്യായങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും തിരിച്ചുകൊണ്ടല്ലായിരുന്നല്ലോ. അതെല്ലാം ചില വർഷങ്ങൾക്ക് മുമ്പ് മാത്രം നടന്ന ചില വേദപഠിതാക്കളുടെ പ്രവൃത്തിയാണ്. അധ്യായമായിട്ട് തിരിച്ചതോ വാക്യങ്ങളായിട്ട് തിരിച്ചതോ ഒന്നും ദൈവാനിശ്വാസീയമല്ല കേട്ടോ. സ്തോത്രം. ഡിവിഷൻ ഓഫ് the biblical books into chapters and verses was not as inspired as the Bible was written. വേദപുസ്തകം എഴുതപ്പെട്ടതുപോലെയുള്ള ദൈവനിശ്വാസീയത അധ്യായ വിഭജനത്തിലോ വാക്യ വിഭജനത്തിലോ നാം കാണരുത്. അതുകൊണ്ടാണ് അതിലൊക്കെ പോരായ്മകൾ ഉള്ളത്. ചിലപ്പോൾ ചില വാക്യങ്ങളുടെ അക്കമിട്ടുന്നതിൽ ഭാഷകളിൽ വ്യത്യാസം വരാം. ഉദാഹരണത്തിന് നമ്മൾ മിക്കപ്പോഴും പറയാറുള്ള ആവർത്തനം 29:29. മലയാളത്തിൽ 29 ഇല്ല, 28 ഉള്ളു വാക്യങ്ങൾ. വാക്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ വാക്യ വിഭജനത്തിൽ 29-ാമത്തെ വാക്യം ആ അധ്യായത്തിൽ ഇല്ല. എന്നാൽ പുതിയ പ്രിന്റിലൊക്കെ ആ തെറ്റ് തിരുത്തുന്നുണ്ട്. പറഞ്ഞു വന്നത്, അധ്യായങ്ങളായിട്ട് തിരിച്ചത് പിൽക്കാലത്ത് സംഭവിച്ചതാണ്, വാക്യങ്ങളായിട്ട് പിന്നെ തിരിച്ചതാണ്. അത് വായനയുടെ സൗകര്യത്തിന് വേണ്ടി തിരിച്ചതാണ്. അല്ലെങ്കിൽ യെശയ്യാ പ്രവചനം ഉൾപ്പെടെ ആ പുസ്തകങ്ങളെല്ലാം ഇങ്ങനെ ഒരേ നിലയിൽ എഴുതിപ്പോയിരുന്നതാണ്. സങ്കീർത്തനങ്ങൾ മാത്രം വേറെ വേറെ ആയിരുന്നു. ഇൻഡിവിജ്വൽ സാംസ് വെയർ ദെയർ ഇൻ ദ സോൾട്ടറി. സങ്കീർത്തന പുസ്തകത്തിൽ സങ്കീർത്തനങ്ങൾ വേറെ വേറെ ആയിരുന്നു. കാരണം അത് പല എഴുത്തുകാരെഴുതിയതാണ്. ഓരോ സങ്കീർത്തനവും വ്യത്യസ്തമാണ്. ചില സങ്കീർത്തനങ്ങൾ അതും കണ്ടിന്യൂവേഷൻ ആയിരുന്നു. ചിലപ്പോൾ 20 മുതൽ 23 വരെയുള്ള സങ്കീർത്തനങ്ങളൊക്കെ ഒരേ വിഷയങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്നതാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതെന്തുവാകട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അധ്യായ വിഭജനങ്ങൾ പിൽക്കാലത്തുണ്ടായി.
അതിനകത്ത് ഒരു പ്രേരണ അല്ലെങ്കിൽ തെറ്റിക്കൂടായ്മ, അപ്രമാദിത്വം ഒന്നുമില്ല എന്ന് നാം മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഈ 14, 15, 16 അധ്യായങ്ങൾ ഒരുമിച്ച് നമ്മൾ എടുക്കുന്നു എന്ന് പറയുമ്പോൾ, യോഹന്നാൻ എഴുതിയപ്പോൾ 14-ാം അധ്യായം വേറെ 15-ാം അധ്യായം വേറെ എന്നല്ല എഴുതിയത്, തുടർമാനമായി എഴുതിപ്പോയതാണ്. അപ്പോൾ ഈ 3 അധ്യായങ്ങളിലായി നാം കാണുന്നത് ഒടുവിലത്തെ ന്യായവിധിയാണ്. ഒടുവിലത്തെ ന്യായവിധി. ന്യായവിധിയുടെ മറ്റൊരു വിഭജനം കൂടെ ഉണ്ട്, അത് നമുക്കിതിന് ശേഷം പഠിക്കാം. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ദൈവം അയക്കുന്ന 3 പ്രധാനപ്പെട്ട ന്യായവിധികൾ, 7 വീതമുള്ള 3 പ്രധാന ന്യായവിധികളിൽ അവസാനത്തെ ന്യായവിധിയാണ് ഈ 16-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 15-ഉം 16-ഉം അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 7 കലശ ന്യായവിധി. 7 bowl judgments. They are the last 7 judgments God sending upon the rebellious humanity. നാം അതേക്കുറിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കാമല്ലോ. 4 to 7, chapter 16. സുജ വായിക്കുകയാണോ? മ്യൂട്ടാ. കേൾക്കാവോ? ഇപ്പൊ കേൾക്കാം. മൂന്നാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു, അവ രക്തമായി തീർന്നു. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവ്വണ്ണം പറയുന്നത് ഞാൻ കേട്ടു: ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാൻ ആകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിഹ്നിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു. അതിന് അവർ യോഗ്യർ തന്നെ. അവണ്ണം യാഗപീഠവും, അതെ, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. സ്തോത്രം. ഇന്നലെ തന്നെ നാം അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ ചിന്തിക്കുകയുണ്ടായി. 7 ദൂതന്മാർ ദൈവകൽപ്പന പ്രകാരം നിയുക്തരായി ഓരോരുത്തനും ഓരോരോ കലശങ്ങൾ ന്യായവിധിയായിട്ട് പകരപ്പെടുവാൻ, ലോകത്തിന്റെ മേൽ, ഭൂമിമേൽ പകരുവാൻ ലഭിച്ചിരിക്കുന്നു. ഒന്നാമനും രണ്ടാമനും അത് ഒഴിച്ചു. ഒന്നാമനൊഴിച്ചപ്പോൾ നമ്മൾ കണ്ടു മനുഷ്യരുടെ മേലെല്ലാം വല്ലാത്ത വ്രണങ്ങൾ, ബോയിൽസ് ഓർ സോഴ്സ് ഉണ്ടായി. രണ്ടാമത് നാം കണ്ടു ദ പോയിസണിങ് ഓഫ് ദ സോൾട്ട് വാട്ടർ, കടൽ ജലത്തിന്റെ വിഷാംശീകരണമാണ് നാം രണ്ടാമത്തെ ന്യായവിധിയിൽ കാണുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ കലശമൊഴിച്ചപ്പോൾ ഉണ്ടാകുന്നത്. മൂന്നാമത്തേത് നാം ഇപ്പോൾ വായിച്ചത് പോയിസണിങ് ഓഫ് ദ റിവർ വാട്ടേഴ്സ് ഓർ ദ ഡ്രിങ്കിങ് വാട്ടേഴ്സ്, അല്ലെങ്കിൽ ശുദ്ധജലത്തെ മുഴുവനും രക്തമാക്കി തീർക്കുന്ന, വിഷാംശീകരിക്കുന്ന, ദുഷിപ്പിക്കുന്ന ഒരു ന്യായവിധിയാണ്. സമുദ്രജലമൊക്കെ ചത്ത മനുഷ്യന്റെ രക്തം പോലെ ഒരുപക്ഷെ കട്ട പിടിച്ചു കാണാം. എന്നാൽ മൂന്നാമത്തേതിൽ കട്ട പിടിക്കുന്നില്ല, വെള്ളം ദ്രവരൂപത്തിൽ തന്നെ, പക്ഷേ രക്തമായി തീർന്നു എന്നാണ് നാം കാണുന്നത്. അത് ദൈവത്തിന്റെ പരിശുദ്ധിയെയും ദൈവത്തിന്റെ നീതിയെയും അല്ലെങ്കിൽ ന്യായത്തെയും ഒക്കെ വെളിപ്പെടുത്തുന്നതായി നാം ഇന്നലെ തന്നെ കണ്ടു. സ്തോത്രം. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ച ഏതെങ്കിലും ഭാഗത്ത് മറ്റെന്തെങ്കിലും വിശദീകരണം വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് ഈ വാക്യത്തിലെ അല്പകാര്യങ്ങൾ കൂടെ ചിന്തിച്ചിട്ട് മുൻപോട്ട് പോകാം. പക്ഷെ ഈ കലശ ന്യായവിധികളൊക്കെ നടത്തുമ്പോൾ ഈ കാലത്ത് രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട വിശുദ്ധന്മാരും അവിടെ തന്നെ ഉണ്ടല്ലോ. അവരുടെ സ്ഥിതി
അപ്പോഴും അവരെ എതിർ ക്രിസ്തു ഉപദ്രവിക്കുന്നുണ്ടോ? എതിർ ക്രിസ്തു നരകത്തിലേക്ക് തള്ളപ്പെടുന്നത് വരെയും അവൻ മനുഷ്യരെ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ വ്രതന്മാരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. സാത്താനും അല്ലെങ്കിൽ സാത്താന്യ ത്രയത്തിന് ഭരണം നടത്തുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കുന്നതും അന്നത്തെ ലോകത്തോടുള്ള ദൈവീക ന്യായവിധിയുടെ ഒരു ഭാഗം തന്നെയാണ്. ആവർത്തിക്കട്ടെ, സാത്താനും അവന്റെ എതിർ ക്രിസ്തുവിനും അവന്റെ കള്ളപ്രവാചകനും, അവരാണല്ലോ സാത്താന്യ ത്രയങ്ങൾ അല്ലെങ്കിൽ സാത്താന്യ തൃത്വം. അവർക്ക് ലോകത്തിൽ ഭരണം നടത്തുവാൻ, പ്രത്യേകിച്ച് നാം നേരത്തെ പഠിച്ചതുപോലെ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാൻ വേണ്ടി ദൈവം അനുവാദം കൊടുത്തതും എന്തിന്റെ ഭാഗം തന്നെയാണ്? ന്യായവിധിയുടെ ഭാഗം തന്നെയാണ്. ആ ന്യായവിധി വിശുദ്ധന്മാരുൾപ്പെടെയുള്ള അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകലരോടുമുള്ള ദൈവ ന്യായവിധി. എന്നാൽ ആ വിശുദ്ധന്മാർ നമുക്കറിയാം സഭയല്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ അവരുടെ വിശുദ്ധിയെ അവർ തെളിയിക്കുന്നത് സഭയുടെ എടുക്കപ്പെടലിന് ശേഷവും എതിർ ക്രിസ്തുവിന്റെ ഭരണ തുടക്കത്തിന് ശേഷവുമാണ്. അവരെ പലരെയും എതിർ ക്രിസ്തുവും കൂട്ടരും കൊന്നുകളയുന്നു, രക്തസാക്ഷികളാകുന്നു. ഏറെ പീഡകളിലൂടെ അവർ കടന്നു പോകുന്നു. എന്നാൽ ദൈവം അയക്കുന്ന ഈ പ്രധാനപ്പെട്ട 3 ന്യായവിധികൾ മുദ്രകൾ കൊണ്ടും കാഹളങ്ങൾ കൊണ്ടും ഇപ്പോൾ കലശങ്ങൾ കൊണ്ടും ഉള്ളത് ആരെ ബാധിക്കുന്നതല്ല? വിശുദ്ധന്മാരെ ബാധിക്കുന്നതല്ല. അഥവാ വെളിപ്പാട് പുസ്തക ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ മുദ്ര ഉള്ളവരെ ബാധിക്കത്തില്ല. അപ്പോൾ ദൈവം അയക്കുന്ന ഈ ന്യായവിധികൾ എതിർ ക്രിസ്തുവിനെയും അവന്റെ ജനതയെയുമാണ് ബാധിക്കുക. അപ്പോൾ ആ കോപത്തിൽ ഇവൻ ആരോടാ അവന്റെ കോപം തീർക്കുന്നത്? ഭൂമിയിലുള്ള വിശുദ്ധന്മാരോടാ. അങ്ങനെയുള്ള പീഡകൾ ഇവനിൽ നിന്ന് അവർക്കുണ്ടാകും. എന്നാൽ ദൈവം അവരെ ഈ ഗണത്തിൽ ഇട്ട് ദണ്ഡിപ്പിക്കുന്നില്ല. അപ്പൊ അവർക്ക് കുടിക്കാനൊക്കെ ശുദ്ധജലം അങ്ങനെ കിട്ടുമോ വിശുദ്ധന്മാർക്ക്? അതെല്ലാം ഇപ്പം ഈ ഭൂമിയിൽ മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹാബേൽ ഉൾപ്പെടെയുള്ള വിശുദ്ധന്മാരുണ്ടായിരുന്നപ്പോൾ പാപത്തിന്റെ പരിണിത ഫലം അവർ പൊതുവായിട്ട് അനുഭവിച്ചു. അതുപോലെയുള്ള പീഡകൾ അവർക്കുണ്ടാകും. മിസ്രൈമിലേതുപോലെ മിസ്രൈമ്യർക്ക് പ്രയാസം ഉണ്ടായപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അതൊന്നും ബാധിക്കാതെ അവരെ മാറ്റി നിർത്തിയതുപോലെ ദൈവം, നമ്മൾ നേരത്തെ കണ്ടിരുന്നല്ലോ, ഏദോമിൽ, ബൊസ്രയിൽ, പത്രോസിൽ ഒളിപ്പിച്ചു വെക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരുണ്ട്. അവരെ ഈ ബാധകളൊന്നും ഏൽക്കില്ല. അവർക്ക് വേണ്ട കരുതൽ ഒക്കെ ദൈവം വേറെ കൊടുക്കുന്നുണ്ട്. മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾക്ക് മിസ്രൈമ്യരുടെ ബാധ തട്ടാതിരുന്നതുപോലെ അങ്ങനെ ദൈവം ഒളിപ്പിച്ചു വെക്കുന്ന വിശുദ്ധന്മാർക്ക് ഇങ്ങനെയുള്ള ബാധകൾ തട്ടാതെ ദൈവം അവരെ സൂക്ഷിക്കും. അല്ലാതെ ഉള്ളവർക്കെല്ലാം പൊതുവായി ഇതിന്റെ ചില പരിണിത ഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. ശരി, അപ്പോൾ ഇവിടെ 3-ാമത്തെ ദൂതൻ തന്റെ കലശം ശുദ്ധജല നദികളിൽ, നീരുറവുകളിൽ ഒഴിക്കുന്നു. അവയെല്ലാം രക്തമായി തീരുന്നു. എന്നിട്ട് അതേക്കുറിച്ച്
നാം വായിക്കുന്നത് ജലാധിപതിയായ ദൂതൻ. ഈ ജലങ്ങളുടെ മേൽ, ഈ ജലാശയങ്ങളുടെ മേൽ, ഈ നീരുറവുകളുടെ മേലൊക്കെ ദൈവം അധികാരം കൽപ്പിച്ചാക്കിയ ദൂതൻ എന്നേ ഇവിടെ അർത്ഥമുള്ളൂ. ആ ദൂതൻ ദൈവത്തോട് പറയുന്നു. ഒരുപക്ഷെ ഈ മൂന്നാമത്തെ ദൂതൻ തന്നെയാകാം ഈ ജലാധിപതിയായ ദൂതൻ. തൻ്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കലശം ഈ നീരുറവുകളിൽ ഒഴിച്ച ദൂതനെ തന്നെയാകാം ഇവിടെ ജലാധിപതിയായ ദൂതൻ എന്ന് പറയുന്നത്. ആ ദൂതൻ ഈ ന്യായവിധി നടപ്പിലാക്കിയിട്ട് ദൈവത്തോട് പറയുന്ന കാര്യമാണ് നാം കേട്ടത്. അല്ലെങ്കിൽ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ. സ്തോത്രം. ഇരിക്കുന്നവൻ, ഇരുന്നവൻ എന്നൊക്കെ ഉള്ളത് പിതാവായ ദൈവത്തെക്കുറിച്ച് വെളിപ്പാട് 1-4 വാക്യത്തിൽ പരാമർശിച്ച് നമ്മൾ കണ്ടതും പഠിച്ചതുമാണല്ലോ. ദൈവത്തിന്റെ നിത്യത്വത്തെ, ഇറ്റേണിറ്റിയെ കുറിക്കുന്ന പ്രയോഗമാണ്. അതുകൊണ്ട് അത് ആവർത്തിക്കേണ്ടതില്ലല്ലോ, നമുക്കറിയാം. നാം അത് 15-ാമത്തെ അധ്യായത്തിലും കാണുകയുണ്ടായി. സ്തോത്രം. എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ, അത് തന്നെയാണ് ഇരിക്കുന്നവനും ഇരുന്നവനുമായവൻ. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ എന്നുള്ളതാണ് അതിന്റെ പൂർണ്ണ രൂപം. ദൈവത്തിന്റെ വർത്തമാനകാല അസ്തിത്വം, ഭൂതകാല അസ്തിത്വം, ഭാവികാല അസ്തിത്വം, ത്രികാലങ്ങളിലും സ്ഥിതനായിരിക്കുന്ന ദൈവം എന്നർത്ഥം. പിന്നെ പരിശുദ്ധനായുള്ളവൻ, നമ്മളതും വിശുദ്ധനും സത്യവാനും എന്നുള്ളവൻ എന്ന് നമ്മൾ 2-3 അധ്യായങ്ങളിൽ നിന്ന് പഠിക്കുകയുണ്ടായി. അതുപോലെ 4-ാം അധ്യായത്തിൽ 4 ജീവികൾ ദൈവത്തെ പ്രഘോഷിക്കുന്നത് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അവിടെയും നമ്മൾ പരിശുദ്ധൻ എന്നുള്ളതിന്റെ അർത്ഥം കണ്ടു. അതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല. അപ്പോൾ ദൈവത്തോട് പറയുകയാണ്, ദൈവം നിത്യനാണെന്നും ദൈവം പരിശുദ്ധനാണെന്നും. എന്നിട്ട് അടുത്തത് പറയുന്നത്, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. ഈ ഓരോ ന്യായവിധിയിലും ദൈവത്തിന്റെ നീതിയാണ് വെളിപ്പെടുന്നത്. അതും നമ്മൾ 15-ാം അധ്യായത്തിൽ നിന്നും കാണുകയുണ്ടായി. സ്തോത്രം. ദൈവത്തിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ എന്നും 15-4 നിന്ന് നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കുമെന്നും നമ്മൾ കണ്ടു. അപ്പോൾ ദൈവത്തിന്റെ നീതി, ദൈവം ന്യായം വിധിച്ചത് ദൈവനീതിയുടെ പ്രദർശനമാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രദർശനം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ന്യായവിധിയുടെ, ദൈവത്തിന്റെ നീതിയുടെയും ഏറ്റവും വലിയ പ്രദർശനം ഓർമ്മ കാണുമല്ലോ, ദ ക്രോസ്. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 24, 25, 26 വാക്യങ്ങൾ നമ്മൾ ധാരാളം പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. ക്രൂശിലാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ, ഭീകരമെന്ന പദം ഉപയോഗിച്ചാൽ തെറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, ഏറ്റവും ഭീകരവും ബീഭത്സവുമായ നീതിയുടെ പ്രദർശനവും ന്യായവിധിയും വെളിപ്പെടുത്തിയത്. തൻ്റെ ഏകജാതനെ, സ്തോത്രം, മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, പാപമില്ലാത്തവനെ പാപം ആക്കിക്കൊണ്ട്, സ്തോത്രം, സകല അനുഗ്രഹങ്ങൾക്കും സ്രോതസ്സായവനെ നമുക്ക് വേണ്ടി ശാപം ആക്കിക്കൊണ്ട്, സ്തോത്രം, സ്രഷ്ടാവിനെ, സകലത്തിൻ്റെയും സ്രഷ്ടാവിനെ സൃഷ്ടികളുടെ കയ്യിൽ യഥേഷ്ടം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, തേജസ് അണിഞ്ഞിരുന്നവനെ
വിവസ്ത്രനായി മരിക്കുവാൻ അനുവദിച്ചുകൊണ്ട്, സ്തോത്രം, ക്രൂശിൽ അത്രേ ദൈവം തൻ്റെ നീതിയും തൻ്റെ ന്യായവിധിയും ഏറ്റവും അധികം വെളിപ്പെടുത്തിയത്. സ്തോത്രം. ഇവിടെ ഉള്ള ന്യായവിധി അത് വെച്ച് നോക്കിയാൽ അത്രയും വരില്ല എന്ന് മാത്രം. എന്നാലും മനുഷ്യർക്ക് ഇപ്പോഴാ ചിലപ്പോൾ ഈ കാര്യമൊക്കെ മനസ്സിലാകുന്നതെന്ന് മാത്രം. അപ്പോൾ പാപികളെ ന്യായം വിധിക്കുന്നതിനേക്കാൾ ഏറ്റവും അധികം ദൈവനീതിയുടെ പ്രദർശനം പാപത്തെ ന്യായം വിധിച്ചതിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? മോർ എക്സ്പ്രഷൻ, ഡിസ്ക്രിപ്ഷൻ, demonstration, manifestation of the righteousness of God was on the cross when God condemned sin rather than condemning sinner. ലോകത്തിൽ പാപികളെ ന്യായം വിധിക്കുന്നതിനേക്കാൾ ക്രൂശിൽ പാപത്തെ ന്യായം വിധിച്ചതിലാണ് ദൈവനീതിയുടെ ഉദാത്തമായ ഉദാഹരണം അല്ലെങ്കിൽ പ്രദർശനം, വെളിപ്പാട്. സ്തോത്രം. നമുക്കറിയാം, ക്രൂശിൽ ദൈവം ന്യായം വിധിച്ചത് പാപത്തെയാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുണ്ടല്ലോ റോമർ 8:3 വാക്യത്തിൽ. സ്തോത്രം. ദൈവം എന്ത് ചെയ്തു? യേശുക്രിസ്തുവിന്റെ എടുത്തെങ്കിൽ വായിച്ചോ. ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. യേശുക്രിസ്തുവിന്റെ ജഡത്തിൽ, ശരീരത്തിൽ, ക്രൂശ് മരണത്തിലൂടെ പാപത്തിന് ശിക്ഷ വിധിച്ചു. പാപത്തിന് ശിക്ഷ വിധിച്ചു. അപ്പോൾ ആയതിലാണ് ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ ന്യായവിധിയും കൂടുതൽ തിളങ്ങി വരുന്നത്. അപ്പോൾ ആ ന്യായവിധിയിൽ ദൈവം സത്യവാനാണെന്നും പരിശുദ്ധനാണെന്നും നീതിമാനാണെന്നും തെളിയുന്നു. സ്തോത്രം. ആവർത്തിക്കട്ടെ. ദൈവത്തിന്റെ സത്യം, നീതി, പരിശുദ്ധി എന്നിവ ന്യായവിധിയിൽ തെളിയുന്നു. കാരണം നമുക്കറിയാം, ദൈവം നീതിമാനായതുകൊണ്ട്, നീതിയുടെ അർത്ഥം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ദൈവം നീതിമാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓർമ്മ കാണുമല്ലോ. നോയോ? പോരാ. In his righteousness, God cannot let the sin unpunished. ഇത് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ടാ ഞാൻ ആദ്യം പറയാതിരുന്നത്, ആവർത്തന വിരസത തോന്നാതിരിക്കാൻ. ദൈവത്തിന്റെ നീതി എന്ന് പറഞ്ഞാൽ പാപത്തെ ശിക്ഷിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയില്ല എന്നുള്ളതാണ്. തിരിച്ചു പറഞ്ഞാൽ പാപത്തെ ശിക്ഷിക്കുന്ന, പാപത്തിന് ശിക്ഷ വിധിക്കുന്ന ദൈവിക സ്വഭാവമാണ് ദൈവത്തിന്റെ നീതി. ദൈവം നീതിമാനായതുകൊണ്ട് പാപത്തിന് ശിക്ഷ വിധിക്കാതിരിക്കാൻ കഴിയില്ല. പാപത്തിന് ശിക്ഷ വിധിക്കാതിരിക്കാൻ കഴിയില്ല. Because God is righteous, he must punish, condemn sin. As he is righteous, he cannot let sin
and punished. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ദൈവം നീതിമാൻ ആകുന്നു എന്ന് പറയുന്നതിന് എന്താ കാരണം? നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട്, നീ ഇങ്ങനെ ന്യായം വിധിച്ചു, അതുകൊണ്ട് അങ്ങ് നീതിമാൻ എന്ന് തെളിഞ്ഞിരിക്കുന്നു. സ്തോത്രം. എങ്ങനെ ന്യായം വിധിച്ചുവെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. വിശുദ്ധന്മാരുടെയും, 6-ാമത്തെ വാക്യം, വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിന്നിച്ചു, അതുകൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു, അവർ അതിന് യോഗ്യന്മാർ തന്നെ. അപ്പോൾ ആ ന്യായവിധിക്ക് അവർ യോഗ്യരാണ്, ഈ ശിക്ഷാവിധിക്ക് അവർ യോഗ്യരാണ്, രക്തം കുടിക്കാൻ അവർ യോഗ്യരാണെന്ന്. കാരണം അവർ വിശുദ്ധന്മാരുടെ രക്തം ചിന്നിച്ചു. ദൈവപുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ രക്തം ഇവർ ചിന്നിച്ചതുകൊണ്ട് ഇവർക്കും ദൈവം രക്തം കുടിപ്പാൻ കൊടുത്തിരിക്കുന്നു. സ്തോത്രം. Since they have shed the blood of the righteous people, bought and cleansed by the blood of the Lamb of God, God gave them blood to drink. ദൈവകുഞ്ഞാടായ, ദൈവത്തിന്റെ ഏകജാതനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച, വീണ്ടെടുക്കപ്പെട്ട, വിലയ്ക്കു വാങ്ങപ്പെട്ട വിശുദ്ധന്മാരുടെ രക്തത്തെ അവർ നിർദയം ചിന്തി. ദയ തോന്നിയില്ല. സ്ത്രീകളെന്നും കുഞ്ഞുങ്ങളെന്നും പോലും അവർ പരിഗണിക്കാതെ, ഗർഭിണികളെന്ന പരിഗണനയും മുലകുടിക്കുന്ന കുഞ്ഞുങ്ങളെന്ന പരിഗണനയും പോലും കൊടുക്കാതെ വിശുദ്ധന്മാരുടെ രക്തം അവർ ചിന്തി. അതവർക്കൊരു ഹരമായിരുന്നു, ഒരു രസമായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് എ ത്രിൽ ഫോർ ദം. ഒരു രസം, അവർക്കൊരു ഹരം. ഇവൻ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതും യഹൂദന്മാര് വിരോധം കൊണ്ട് ഏൽപ്പിച്ചു, പക്ഷേ റോമക്കാർക്ക് അതൊരു ഫൺ, ഒരു രസമായിരുന്നു അവർക്ക്. അതുകൊണ്ട് അങ്ങനെ കയ്യിൽ കിട്ടിയപ്പം റോമക്കാർ യേശുവിനെ ആവോളം കളിയാക്കിയതും പരിഹസിച്ചതും ഒക്കെ. ഇവിടെയും അത് തന്നെ. ക്രൈസ്തവ പീഡകൾ നടക്കുന്ന സ്ഥലത്ത്, നമ്മുടെ രാജ്യത്തെ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട്. ഓരോരുത്തരും, ഞങ്ങള് നോർത്ത് ഇന്ത്യയിൽ പറയും ഹാത്ത് സാഫ് കർന എന്ന്. അവരുടെ കൈയൊക്കെ ഒന്ന്, എന്താണ് പറയുന്നത്, ഒന്ന് വെടിപ്പാക്കാന്ന് പറഞ്ഞാൽ അവർക്കൊരു രസം. അവർക്ക് മതി വരുവോളം ദൈവജനത്തെ അവർ പീഡിപ്പിക്കുന്നു പല നിലകളിൽ. അതിൽ അവർക്കൊരു പ്രത്യേകതരം ആനന്ദം ലഭിക്കുന്നു. പക്ഷേ അങ്ങനെയുള്ളവരോട് ദൈവം എന്ത് ചെയ്യുന്നു? പ്രതികാരം ചെയ്യുന്നു, ന്യായം വിധിക്കുന്നു. അതിനാൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു എന്നാണ് കണ്ടത്. സ്തോത്രം. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ഈവൻ ദ ഓൾട്ടർ, യാഗപീഠവും. അതിനെക്കുറിച്ച് യാഗപീഠം സംസാരിക്കുമോ? പൊതുവെയില്ല. പക്ഷേ ഇവിടെ അർത്ഥം ഒന്നുകിൽ യാഗപീഠത്തിന് ഒരു ആളത്വം സങ്കല്പിച്ചുകൊണ്ട് പറയുന്നു, ജസ്റ്റ് പെർസോണിഫൈയിങ് ദ ഓൾട്ടർ. യാഗപീഠത്തെ ഒരു ആൾ എന്ന നിലയിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഇവിടെ പറയുന്നു. അതർവൈസ് an angel standing there by the altar. ഈ യാഗപീഠത്തിന്റെ അരികിൽ, അല്ലെ യാഗപീഠത്തിന്മേൽ ഒരു ദൂതൻ അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നു.
Or a third possibility, we have seen from chapter 6 that the spirits of martyrs were there at the altar. യാഗപീഠത്തിന്റെ ചുവട്ടിൽ രക്തസാക്ഷികളുടെ ആത്മാക്കളെ നമ്മൾ 6-ാം അധ്യായത്തിൽ കണ്ടിരുന്നല്ലോ. ആ രക്തസാക്ഷികൾ ഇവിടെ പറയുന്നതായും നമുക്കിതിനെ മനസ്സിലാക്കാം. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 3 സാധ്യതകളാണ് യാഗപീഠം സംസാരിച്ചു എന്നുള്ളതിന്. ഒന്നുകിൽ യാഗപീഠത്തിന് ഒരു ആളത്വം കൊടുത്തുകൊണ്ട് സംസാരിക്കുന്നു. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നെന്നൊക്കെ പറയുന്നില്ലേ. 2, ഒരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് സംസാരിക്കുന്നു. 3, യാഗപീഠത്തിന്റെ ചുവട്ടിൽ കാണുന്ന രക്തസാക്ഷികളുടെ ആത്മാക്കൾ അഥവാ രക്തസാക്ഷികൾ ഈ കാര്യം ഏറ്റുപറയുന്നു. ഈ സാധ്യതകളാണ് ഈ യാഗപീഠം അവിടെ പറയുന്നു എന്നുള്ളതിനുള്ളത്. യോഹന്നാൻ പറയുകയാണ്, യാഗപീഠവും പറയുന്നത് ഞാൻ കേട്ടു. യാഗപീഠം ഏതായാലും അങ്ങനെ സംസാരിക്കുന്നതല്ല. എന്നാൽ യാഗപീഠത്തോടൊക്കെ പ്രവചിച്ച് നാം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. യാഗപീഠമേ യാഗപീഠമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നു. അവരൊന്നും കേൾക്കുന്നില്ല. എന്നാൽ അവിടെ ഒരാളത്വം അവയ്ക്കൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് പറയുകയാണ്. ഇവിടെ ഈ അർത്ഥങ്ങളിൽ ഏതെങ്കിലും ആകാം യോഹന്നാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇത് 3 ആയിക്കൊള്ളട്ടെ, പ്രശ്നമില്ല. ഏതായാലും ശരി, യാഗപീഠത്തിങ്കൽ നിന്ന് യോഹന്നാൻ കേട്ട ശബ്ദമാണ് 7-ാം വാക്യം. അതേ, ജലാധിപനായ ദൂതൻ പറഞ്ഞതിന് ആമേൻ പറയുന്നു. അതേ, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ. അതിന്റെ അർത്ഥവും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സർവശക്തിയുള്ള ദൈവമായ കർത്താവ്. ദൈവത്തെ സംബോധന ചെയ്യുകയാണ്. നിന്റെ ന്യായവിധികൾ സത്യവും നീതിയും ഉള്ളവ. 15-ന്റെ 3-ഉം 4-ഉം വാക്യങ്ങളുടെ ആവർത്തനമാണ് ഇവിടെ പിന്നെയും. സ്തോത്രം. മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ടിന്റെ വരികൾ ഇവരും ഏറ്റുപാടുന്നു എന്നർത്ഥം. അതായത് ദൈവത്തെക്കുറിച്ചുള്ള പരാമർശത്തിൽ. അതിനെല്ലാം കാരണം അന്നത്തെ മത്സരികളായ ലോക ജനതയെ ദൈവം ഈ നിലയിൽ ശിക്ഷിച്ചു, ന്യായം വിധിച്ചു എന്നുള്ളതാണ്. ഓർക്കണേ, നിത്യന്യായവിധി പുറകെ വരുന്നു. ഇതിപ്പം ഒരു കർട്ടൻ റൈസർ അത്രേ ഉള്ളൂ. സ്തോത്രം. അപ്പം ഇപ്പോൾ ഇത് കിട്ടിയത് കൊണ്ട് ന്യായവിധി, ശിക്ഷാവിധി കഴിഞ്ഞുവെന്നില്ല. ന്യായവിധി ഇനിയും വരുന്നു. ഇവരൊക്കെ ഇപ്പോൾ മരിച്ചാൽ തന്നെ കടുത്ത നിത്യശിക്ഷാവിധി 1000 കൊല്ലത്തിന് ശേഷം വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് 3-ാമത്തെ കലശ ന്യായവിധിയുടെ പരിണിതമായ ഫലം. നമുക്ക് ഈ ഭാഗം വിടാമോ? എന്തെങ്കിലും വിശദീകരണം വേണ്ടതുണ്ടോ? മറ്റൊന്നും സംശയമില്ല എങ്കിൽ നമുക്ക് 9, 10 വാക്യങ്ങളിലേക്ക് പോകാം. സോറി, 8, 9.
നാലാമത്തവൻ തന്റെ കലശം സൂര്യനിൽ ഒഴിച്ചു. അപ്പോൾ തീ കൊണ്ട് മനുഷ്യരെ ചുടുവാൻ തക്കവണ്ണം അതിന് അധികാരം ലഭിച്ചു. മനുഷ്യർ അത്യുഷ്ണത്താൽ വെന്തുപോയി. ഈ ബാധകളുടെ മേൽ അധികാരമുള്ള ദൈവത്തിന്റെ നാമത്തെ ദുഷിച്ചതല്ലാതെ അവന് മഹത്വം കൊടുപ്പാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ടില്ല. സ്തോത്രം. The fourth judgment, നാലാമത്തെ കലശ ന്യായവിധിയാണ് ഇവിടെയുള്ളത്. നാലാമത്തവൻ തന്റെ കലശം സൂര്യന്റെ മേലാണ് ഒഴിച്ചത്. അപ്പോൾ സൂര്യന്റെ ചൂട് കൂടി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുക. സൂര്യതാപമേറ്റം വർദ്ധിച്ചു. ചൂടുകൊണ്ട് മനുഷ്യൻ വെന്തു പോകുന്ന പരുവത്തിലെത്തി. അപ്പോ വ്രണങ്ങൾ കൊണ്ടുള്ള ന്യായവിധിയായി സമുദ്രജലത്തിലും മൂന്നാമത് കുടിവെള്ളത്തിലും ഉള്ള ന്യായവിധികൾ കഴിഞ്ഞു. നാലാമത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സൂര്യന്റെ ചൂട് ഏറ്റവും വർദ്ധിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ആഗോള താപ നില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് അതേപ്പറ്റി പറയേണ്ടതില്ല. ശാസ്ത്രലോകം മുഴുവനും ആശങ്കയിലാണ്. സാധാരണ ജനങ്ങൾ തന്നെ ആശങ്കയിലാണ്. കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ചൂട് എല്ലായിടങ്ങളിലും കൂടുന്നു. നമ്മുടെ നാട്ടിലെ തന്നെ നമുക്കറിയാം. സൂര്യതാപമേറ്റ് മരിക്കുന്നതിനെ കുറിച്ച് കേരളക്കാർക്ക് ഒരു പരിചയവും ഇല്ലായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ കേട്ടിട്ടുണ്ട് എന്നേ ഉള്ളൂ, കേരളക്കാർക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഉത്തരേന്ത്യയിലേതിനേക്കാൾ കൂടുതൽ സൂര്യതാപമേറ്റ് മരിക്കുന്നവർ കേരളത്തിലാണ്. അത് നിമിത്തമുള്ള മറ്റ് പ്രയാസങ്ങളൊക്കെ നമുക്കറിയാം. പറഞ്ഞതിന്റെ സാരം, ഇപ്പോൾ തന്നെ നമുക്കിതിന്റെ ലക്ഷണങ്ങൾ കാണാം. സൂര്യന്റെ ചൂട് വർദ്ധിക്കുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ ഇടുക്കി ജില്ല, വയനാട് ജില്ല ഇവിടങ്ങളിലൊന്നും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഫാൻ ഇല്ലായിരുന്നു വീടുകളിലൊന്നും. AC പോയിട്ട് ഫാൻ ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടങ്ങളിൽ പല വീടുകളിലും AC വരെ വെച്ചിട്ടുണ്ട്. കൊടും തണുപ്പായിരുന്നു അവിടെയൊക്കെ. ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറി. എല്ലായിടവും ചൂട് കൂടുന്നു. കേരളത്തിൽ നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ മഴയായിരുന്നു. ഇന്നലെയും ഞാൻ വായിച്ചു കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന്. ഈ ആഴ്ച ഇന്നലെ ഞാൻ വായിച്ചു വാർത്ത. നവംബർ ഡിസംബറിലൊക്കെ കേരളത്തിൽ മഴ കേട്ടുകേൾവിയില്ലാത്തതാണ്. കൊടുങ്കാറ്റ് കേട്ടുകേൾവിയില്ലാത്തതാണ് ഈ സമയത്ത്. അപ്പൊ കാലാവസ്ഥയിലെ മാറ്റങ്ങളൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ കൂടുതൽ സഹായിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞതാണ്. ആർട്ടിക്ക, അന്റാർട്ടിക്കയിലൊക്കെയുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ നമുക്കറിയാം. മഞ്ഞുമലകൾ ഉരുകിയും പൊട്ടിയും കടലുകളിലേക്ക് ഒഴുകുന്നു. കടലിൽ വെള്ളപ്പൊക്ക സാധ്യതകൾ കൂടുന്നു. അത് നിമിത്തം പല തീരദേശ നഗരങ്ങളും വെള്ളത്തിനടിയിലാകുന്നതിനുള്ള ആശങ്ക വർദ്ധിച്ചിരിക്കുന്നു. ഇങ്ങനെയെല്ലാമുള്ള
കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് സഹായകമാണ്. ഇപ്പോൾ കാണുന്നതിനേക്കാളൊക്കെ തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് കാത്തിരിക്കുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഒരു കലാപം, ഒരു റയറ്റ് ഉണ്ടാകുകയാണെങ്കിൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് അതൊക്കെ സപ്രസ് ചെയ്യാം, അടിച്ചമർത്താം. സൂര്യൻ പിണങ്ങി സമരം തുടങ്ങിയാൽ ആരാ അടിച്ചമർത്താൻ പോന്നെ? ഏത് ഭരണാധിപനെ കൊണ്ട് പറ്റും? സ്തോത്രം. ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടും ഒക്കാത്ത തരത്തിലുള്ള പ്രയാസങ്ങളിലേക്കാണ് ലോകം മുഴുവനും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ കുറച്ചു മുമ്പ്, നമ്മുടെ മീറ്റിങ്ങുകൾക്ക് കുറച്ചു മുമ്പ് ഒരു ഓൺലൈൻ പത്രത്തിൽ വായിച്ചതാണ്, ഭൂമിയുടെ ദിശ മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ ദിശ, ദ ഡിറക്ഷൻ ഓഫ് ദ എർത്ത് ഈസ് മൂവിങ് വെരി റാപ്പിഡ്ലി. വളരെ പെട്ടെന്ന്. ഞാനത് സേവ് ചെയ്യാൻ മറന്നുപോയി. കിട്ടുന്നോ നീ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അത് മൊത്തം ഇല്ല. ഭൂമി ആകെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കോമ്പസ് വെച്ച് നോക്കിയാൽ 10 വർഷം മുൻപുള്ള വടക്ക്, നോർത്തേൺ ഡിറക്ഷൻ ഇപ്പോൾ കിട്ടണമെന്നില്ല. 2017 മാഗ്നറ്റിക് നോർത്ത്, കാന്തിക വടക്ക്, ഭൗമശാസ്ത്രപ്രകാരമുള്ള 0 ഡിഗ്രി വടക്കിനോട്, അതായത് ഉത്തര ധ്രുവത്തോട് ഏറ്റവും അടുത്തു വന്നു. അതുകൊണ്ട് ശാസ്ത്രീയമായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ മൈഗ്രേറ്റിംഗ് ബേർഡ്സ്, ദേശാടന പക്ഷികൾ, കടലിലെ മത്സ്യങ്ങളുടെ കൂട്ടങ്ങൾ, സാൽമൺ, തിമിംഗലം, കടലാമകൾ, പൂമ്പാറ്റകൾ, ബട്ടർഫ്ലൈസ് തുടങ്ങി ഭൂമിയുടെ കാന്തിക വലയത്തെ അടിസ്ഥാനമാക്കി ദിക്കറിഞ്ഞ് ജീവിതം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ജീവികൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. GPS വഴിതെറ്റിച്ച് 2-3 ആഴ്ചക്ക് മുമ്പ് 3 പേര് ഉത്തർപ്രദേശിൽ മരിച്ചതായിട്ട് നിങ്ങൾ കണ്ടു കാണും വാർത്ത. രാത്രിയിൽ GPS ഇട്ട് പോയതാ. കഴിഞ്ഞ ഫ്ലഡിന്റെ സമയത്ത് ഒരു ഓവർ ബ്രിഡ്ജ്, നദിയുടെ ഞാൻ ഇവിടെ 4 മത്തിയുടെ ആകരയാണ്. മത്തി മത്സ്യം ഇത് കൂട്ടത്തോടെ വന്ന് കരയിലങ്ങ് കയറുക. ചുമ്മാതെ ബക്കറ്റും കൊണ്ട് പോയി, സഞ്ചിയും കൊണ്ട് പോയി പെറുക്കിയിട്ടുണ്ട് പോരുന്നാൽ മതി. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഇതുങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണെന്നാ പറയുന്നത്. ഈ വാർത്ത അനുസരിച്ച് എന്താ സംഭവിക്കുന്നത്? ഇതുപോലെയുള്ള മത്സ്യങ്ങളുടെ കൂട്ടത്തിന് ദിശ തെറ്റുന്നു. കാര്യം എന്താ? ഭൂമിയുടെ ദിശ മാറുന്നു. ഭൂമിയുടെ ദിശ മാറുന്നു. എന്നിട്ട് അവർ എഴുതിയിരിക്കുന്നത്, ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ
കണക്കെല്ലാം ശരിയാക്കി കൃത്യം വടക്കോട്ട് ദർശനം വെച്ച് ദർശനമായി നിർമ്മിച്ച വീട് കുറച്ച് കിഴക്കോട്ട് തിരിഞ്ഞു പോയാൽ പണിഞ്ഞവരെ കുറ്റം പറയരുതെന്ന്. വലിയ വാസ്തുവൊക്കെ വെച്ച് വടക്കോട്ട് ദർശനം വെച്ച് പണിഞ്ഞ വീട് കുറെ കഴിയുമ്പോൾ ഇത് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പണിഞ്ഞവരെ കുറ്റം പറയരുതെന്ന്. എന്നിട്ട് പറയുന്നത് ഭൂമി ആകെ മാറിക്കൊണ്ടിരിക്കുന്നു. കോമ്പസ് വെച്ചു വടക്കോട്ട് നോക്കിയാൽ 10 വർഷം മുൻപ് കിട്ടുമായിരുന്ന നോർത്ത് ഇപ്പോൾ കിട്ടത്തില്ല. മാഗ്നറ്റിക് നോർത്ത് അല്ല ഇപ്പോഴത്തെ നോർത്ത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാമല്ലോ, കാനഡയും റഷ്യയും ഒക്കെയാണ് നോർത്തേൺ പോളിലുള്ളത്. അപ്പോൾ കാനഡയുടെ വടക്ക് നിന്ന് റഷ്യയുടെ വടക്കോട്ട് ഇതിനോടകം 2250 2250 കിലോമീറ്റർ പിന്നിട്ട് കഴിഞ്ഞു, സഞ്ചരിച്ചു കഴിഞ്ഞു. നോർത്ത് within last 10 years traveled these much kilometers, 2250. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് 1990-ൽ 1990-കളിൽ ഈ സഞ്ചാരം 15 കിലോമീറ്റർ വേഗതയിലായിരുന്നു പെർ ഇയർ. 15 കിലോമീറ്റർ പെർ ഇയർ ആയിരുന്നു ഈ പോള്, ഭൂമി ഇങ്ങനെ തെന്നി മാറിക്കൊണ്ടിരുന്നത്. 15 കിലോമീറ്റർ പെർ ഇയർ. ഒരു വർഷം 15 കിലോമീറ്റർ ആയിരുന്നു ഭൂമിയുടെ ഈ തെന്നിമാറൽ 1990-ൽ 1990-ൽ. പക്ഷേ ഇന്ന് 2020-ൽ 2020 ആയപ്പോൾ ഈ സ്പീഡ് 15-ൽ നിന്ന് 60 കിലോമീറ്റർ വരെ വേഗതയിലായി. പ്രകൃതിയുടെ മാറ്റം അതിന് കാരണം കണ്ടില്ലേ? ഇത് വെച്ച് പണ്ട് തണുപ്പ് അനുഭവിച്ചിരുന്നിടത്തൊക്കെ ഇന്ന് വേണമെങ്കിൽ കൊടും ചൂടാകും. ഇതെല്ലാം എന്തിനു വേണ്ടിയുള്ള ഒരുക്കമാ? പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ട്രിബുലേഷൻ പീരീഡിലേക്കുള്ള ഒരുക്കം. ഈ പീഡനകാലത്തേക്കുള്ള ദൈവിക ന്യായവിധിയിലേക്കുള്ള ഒരുക്കം പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ക്ലൈമാക്സ്, മൂർധന്യതയാണ് നാം ഇവിടെ 4-ാമത്തെ കലശ ന്യായവിധിയിൽ കാണുന്നത്. സൂര്യന്റെ മേൽ ഈ കലശം ഒഴിക്കുന്നു, സൂര്യനിൽ. അപ്പോൾ സൂര്യന്റെ ചൂട് കൂടുകയാ, തീ പോലെയായി തീരുകയാ. മനുഷ്യര് കരിഞ്ഞു പോകുന്നു. ഇന്ന് നമുക്കതിന്റെ തുടക്കമൊക്കെ കാണാൻ കഴിഞ്ഞത് കൊണ്ട് ഇന്ന് ഇത് മനസ്സിലാക്കുന്നതിന് വലിയ പ്രയാസമില്ല. എന്നാൽ നാം ആശങ്കപ്പെടേണ്ട. സ്തോത്രം. ഇതിനൊക്കെ മുമ്പ് സൂര്യന്റെ ചൂട് ഏൽക്കാത്ത ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും. സ്തോത്രം. പ്രകൃതി ബാധിക്കാത്ത, പ്രകൃതിക്ക് സ്വാധീനമില്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുപോകും. സ്തോത്രം. സ്രഷ്ടാവായ ദൈവത്തോടു കൂടെ സൃഷ്ടികൾക്കൊരു സ്വാധീനവുമില്ലാത്ത ശരീരത്തിലേക്കും പ്രകൃതിയിലേക്കും സ്ഥലത്തേക്കും നമ്മൾ മാറ്റപ്പെടും. ഇതിനെ എല്ലാത്തിനും കൂടെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് റാപ്ചർ. സ്തോത്രം. സ്നാച്ചിങ് away quickly and transferring from one place to another. പെട്ടെന്ന് തട്ടിയെടുത്ത്
ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്ന ആ ഒരു പ്രക്രിയയുടെ പേരാണ് ഉൽപ്രാവണം, റാപ്ചർ. ഹാർപാസോ എന്ന ഗ്രീക്ക് വാക്ക്, റാപ്പിയോ എന്ന ലത്തീൻ വാക്ക്, ആ റാപ്പിയോയിൽ നിന്ന് ഉത്ഭവിച്ച റാപ്ചർ എന്ന ഇംഗ്ലീഷ് വാക്ക്, അതിന്റെ മലയാളമാണ് ഉൽപ്രാവണം. സ്തോത്രം. എടുക്കപ്പെടുക എന്നാണ് ബൈബിളിൽ അതിനുള്ള അർത്ഥം. ഹാർപാസോ, HARPAZO, ഹാർപാസോ. റാപ്പിയോ, ലാറ്റിൻ, RAPIO, റാപ്പിയോ. അതിൽ നിന്നും റാപ്ചർ, അതിന്റെ മലയാളം ഉൽപ്രാവണം. സ്തോത്രം. അപ്പോൾ നാം ഇതിനെ ഭയപ്പെടേണ്ടതില്ല, ഈ അവസ്ഥയെ. ഇതിനു മുമ്പ് കർത്താവ് നമ്മെ തന്റെ അടുക്കലേക്ക് ചേർത്തുകൊള്ളും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആകാശത്തിൻ ശക്തി, നമ്മൾ പാട്ടും പാടാറുണ്ടല്ലോ, ഇളകുന്നതാൽ ഭൂവിലെന്ത് ഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട് ജനം പേടിച്ച് നിർജീവരായിടുന്നു. സ്തോത്രം. അപ്പം പ്രകൃതിയിൽ ഇതൊക്കെ, ആ വാക്യം ഒന്ന് വായിച്ചങ്ങ് വിട്ടേക്കാമല്ലോ. ലൂക്കോസ് 21:25 26 വാക്യങ്ങൾ. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. കടലിന്റെയും ഓണത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കി പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാർ ആകും. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. സ്തോത്രം. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു, ഇത് ക്രിസ്തു മണവാളനായി ദൈവസഭയെ ചേർക്കുവാൻ വരുന്ന വരവനെ പറ്റി അല്ല പറയുന്നത്. സകലരും കാൺകെ യേശു കർത്താവ് മേഘങ്ങളെ വാഹനമാക്കി വരുന്ന പരസ്യ പ്രത്യക്ഷത അഥവാ തേജസ്സിന്റെ പ്രത്യക്ഷത അല്ലെങ്കിൽ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച്. അപ്പോൾ ഈ 25ഉം 26ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഉള്ള പ്രകൃതിയിലെ മാറ്റങ്ങൾ, സൂര്യനിൽ, ചന്ദ്രനിൽ, നക്ഷത്രങ്ങളിൽ ഒക്കെ, കടലിൽ, ഭൂമിയിൽ, കരയിൽ, ഇതിലെല്ലാം അതാണ് നാം 6ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോഴും വെളിപ്പാട് 6ാം അധ്യായത്തിന്റെ 12 മുതൽക്കുള്ള വാക്യങ്ങളിൽ കണ്ടത്. ഇവിടെയും ഈ 4ാമത്തെ കലശന്യായ വിധിയിലും നാം അത് തന്നെ കാണും. അതിന്റെ തീവ്രമായ അവസ്ഥ. അപ്പോൾ നാം അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. നാം ഇതിനു മുമ്പ് തന്നെ കർത്താവിന്റെ അടുക്കലേക്ക് ചേർക്കപ്പെടും. സ്തോത്രം. എന്നാൽ അന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന യഹൂദന്മാരുൾപ്പെടെയുള്ള മറ്റു മനുഷ്യർ, ഇപ്പോൾ തന്നെ അതിന്റെ തുടക്കമായിട്ടുണ്ട്. എന്നാൽ ഈ വിധമായ പ്രകൃതിയിലെ മാറ്റങ്ങൾ കണ്ടിട്ട് അത്ഭുതം തോന്നാത്തവർ വേദപുസ്തകം അറിയാവുന്ന വിശുദ്ധന്മാരാണ്. അവർക്കിത് കാണുമ്പോൾ വലിയ അത്ഭുതം തോന്നില്ല. പക്ഷേ അവർക്ക് എന്തെന്നില്ലാത്ത ജിജ്ഞാസ തീർച്ചയായിട്ടുമുണ്ട്, ഇത് മറ്റുള്ളവരോടൊന്ന് പറയണമെന്നുള്ളത്. ഇത് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണെന്ന്
മറ്റുള്ളവരെ അറിയിപ്പാൻ. സ്തോത്രം. ഭയങ്കര വെമ്പലാണ് നമുക്ക്. ആ ഒരു വെമ്പൽ നമുക്ക് വേണം. ഇപ്പൊ നമ്മള് ഇങ്ങനെ ഇപ്പൊ തന്നെ ഇവിടെ ഇന്നലെ ഞങ്ങൾ പോയ വഴിക്കും കൊച്ചു കൊച്ചു കൂട്ടങ്ങളായിട്ട് വലിയൊരു അജിറ്റേഷൻ കണ്ടു. സേവ് ബംഗ്ലാദേശി മൈനോറിറ്റീസ്. ബംഗ്ലാദേശിലെ മൈനോറിറ്റീസിനെ സംരക്ഷിക്കുക എന്നും പറഞ്ഞുകൊണ്ടുള്ള കൂട്ടങ്ങൾ ഇന്നലെയും ഞാൻ ഇവിടെ ഞങ്ങളുടെ ഈ പട്ടണത്തിൽ കണ്ടു. മിനിയാന്ന് വലിയ തോതിൽ കണ്ടു. ഇവിടെ വലിയ കൊടികളുമൊക്കെ പിടിച്ചുകൊണ്ട് വലിയ രാഷ്ട്രീയ പാർട്ടികളും ജാതി മത നേതാക്കന്മാരും ഒക്കെ ഇറങ്ങിയത്. അപ്പൊ ഇതെന്താണെന്ന് പുറത്തുപോയി കണ്ടിട്ട് വന്ന എനിക്ക് ഇങ്ങനെ എവിടെയെങ്കിലും കൂടി നിൽക്കുന്ന സമയത്ത് ഇവരുടെ മുദ്രാവാക്യം വിളി കേൾക്കുമ്പം എന്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടർ ഇതെന്തുവാന്ന് ചോദിക്കുമ്പം ഇതെന്താണെന്ന് അറിഞ്ഞ ഞാൻ ഇവരോട് ഇതെന്താണെന്ന് പറയാൻ വേണ്ടി വെപ്രാളപ്പെടുക. എന്തിനാ? ഒരു സന്തോഷം. നിങ്ങൾക്കറിയാൻ വയ്യാത്ത കാര്യം ഇതെന്താണെന്ന് എനിക്കറിയാമല്ലോ, ഞാൻ പറഞ്ഞുതരാം. ഈ ഗോസിപ്പും ഇതുപോലെയാണല്ലോ. എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിയാൽ ആദ്യം ഈ വാർത്ത അറിയിക്കുന്നയാള് ഞാനായിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടല്ലേ ആൾക്കാരെ മുമ്പും പുറകും ഒന്നും നോക്കാതെ അന്നേരമേ ഫോർവേഡ് ചെയ്യുന്നേ. ജീവിച്ചിരിക്കുന്ന പലരും മരിച്ചെന്ന് പറഞ്ഞുള്ള വാർത്ത വരെ അങ്ങനെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. എനിക്കും അബദ്ധം പറ്റിയിട്ടുണ്ട് അങ്ങനെ. അതിനുശേഷം ഞാൻ സുല്ലിട്ടു. അപ്പൊ ഇതുപോലെ ഈ സംഭവങ്ങൾ പ്രകൃതിയിലൊക്കെ ഇന്ന് നടക്കുന്നത്, ശാസ്ത്രലോകം വിളിച്ചു പറയുന്നത്, രാഷ്ട്രലോകം ആശങ്കപ്പെടുന്നത്, എന്തെന്നറിയാതെ ഈ ലോകം ആശങ്കപ്പെടുമ്പോൾ ഇതെന്തെന്ന് തിരിച്ചറിയാവുന്ന ഞാനും നിങ്ങളും ലോകത്തോട് ഇത് വിളിച്ചു പറയുക. ഇതെന്താണ്? ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് മാർഗം? സ്തോത്രം. അതുകൊണ്ട് നമുക്കതേപ്പറ്റി ആശങ്ക വേണ്ടെന്നാണ് പറഞ്ഞത്. ഇതാണ് നാലാമത്തെ കലശ ന്യായവിധി കൊണ്ടുണ്ടാകുന്നത്. സൂര്യതാപം വർദ്ധിക്കുന്നു. അതിൻ്റെ നാന്ദി ഇപ്പോൾ തന്നെ ഉണ്ട്. ഇപ്പോഴേ നമുക്ക് കാര്യങ്ങൾ അറിയാം. എന്നാൽ ദുഃഖകരമായ കാര്യമാണ് 9-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. ഇതൊക്കെയായിട്ടും ജനം മാനസാന്തരപ്പെട്ടില്ല. അതേപ്പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇങ്ങനെയുള്ള അടി ഏൽക്കുമ്പോഴും ഇവർ ചെയ്യേണ്ടിയിരുന്നത് 2 കാര്യമാണ്. ഒന്ന്, സകലത്തിന്മേലും അധികാരമുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുക. 2, മാനസാന്തരപ്പെടുക. പക്ഷേ ഇവ രണ്ടും ചെയ്തില്ല. പകരം അവർ refused to repent and glorify. Yes, they refused to repent and glorify God. അവർ ദൈവത്തെ ദുഷിച്ചു. അതിന് പകരം അവർ ദൈവത്തെ ദുഷിച്ചു, ദൈവത്തെ ചീത്ത വിളിച്ചു. കേരളത്തിൽ ഇപ്പോൾ ഒരു മനുഷ്യനുണ്ട്. ഒരു പ്രായമുള്ള ഒരാളാകുമ്പോൾ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകാം, നിരീശ്വരവാദിയുമാണ്, ഭയങ്കര ദൈവവിരോധിയുമാണ്. എന്നാൽ സാധാരണ നിരീശ്വരവാദികളിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനാണ്. ഒരു എത്തീസ്റ്റ് എന്നുള്ളതിനേക്കാൾ, ശാസ്ത്രത്തെ കൂട്ടുപിടിക്കുന്നയാൾ എന്നതിനേക്കാൾ അദ്ദേഹം മറ്റൊരു രീതിയിൽ പോകുന്നയാളാണ്.
വളരെ വല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഇന്ന് ഒരു 2 മിനിറ്റോളം കണ്ടു. അതിൽ അദ്ദേഹം പറയുന്നത്, ഇതെല്ലാം ഉണ്ടാക്കി, ഈ ഭൂമിയെ, ഈ സൃഷ്ടിയെല്ലാം ഉണ്ടാക്കി എന്ന് പറയുന്ന ദൈവത്തെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ കാലേ വാരി നിലത്തടിക്കണം, അടിച്ച് ശരിയാക്കണം. പല പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതിന് ആ വ്യക്തി പറയുന്ന പല ന്യായങ്ങളുണ്ട്, അയാളുടേതായ ന്യായങ്ങൾ. പലരും നിരീശ്വരവാദികളാകുന്നത് ഭൂമിയിൽ, പ്രകൃതിയിലൊക്കെ നടക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും ആൾക്കാരുടെ ദുരിതങ്ങളും ഒക്കെ കണ്ടുകൊണ്ട്. ഇവിടെയും അത് തന്നെ. ദുരിതങ്ങളൊക്കെ കണ്ടപ്പോൾ, ദുരിതങ്ങളൊക്കെ അനുഭവിച്ചപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് പകരം അവർ ദൈവത്തെ ദുഷിക്കുകയാണ്. ഇന്നും അതാണ് സംഭവിക്കുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് പകരം ദൈവത്തെ ദുഷിക്കുന്നു, ദൈവത്തെ ചീത്ത വിളിക്കുന്നു, ദൈവത്തെ കൈ കിട്ടിയാൽ അടിക്കണമെന്ന് പറയുന്നു. അത്രയ്ക്ക് വിരോധ. പരസ്യവേദികളിലായിട്ട് പോലും അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുന്നു ദൈവത്തിന് വേണ്ടി. ഇവിടെ അവരുടെ പാപം ഇതാ. 6-ാം അധ്യായത്തിൽ നാം അത് തന്നെയാണ് കാണുന്നത്. ഇവർ മാനസാന്തരപ്പെടുന്നില്ല. മാനസാന്തരപ്പെടാതെ ദൈവത്തെ ദുഷിക്കുകയാണ്, ദൈവത്തെ ദുഷിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് 4-ാമത്തെ കലശ ന്യായവിധിയിൽ നിന്നും ഉള്ളത്. അത്യാവശ്യം വല്ല സംശയമുണ്ടോ ഈ ഭാഗങ്ങളിൽ നിന്ന്? മനസ്സിലായി കാണുമല്ലോ. സ്തോത്രം. ഇനി നമുക്ക് പക്ഷെ 6-ാം അധ്യായത്തിന്റെ 10 യാഗപീഠത്തിന് കീഴിലുള്ള അവർ ചോദിക്കുന്നുണ്ടല്ലോ, എത്രത്തോളം ഭൂമിയിലുള്ളവരോ ന്യായം വിധിക്കാതെ ഇരിക്കുമെന്ന്. അപ്പൊ പറയുന്നതല്ലോ കുറച്ചു നാളുകൂടെ പാർക്കണമെന്ന്. അതോ ഈ ന്യായവിധിയെ ഉദ്ദേശിച്ചാന്നോ അതോ നിത്യ ന്യായവിധിയെ ഉദ്ദേശിച്ചാന്നോ? രണ്ടുമുണ്ട്. പ്രധാനമായിട്ടും നിത്യന്യായവിധിയാണ്. ഈ ന്യായവിധിയിൽ മാനസാന്തരത്തിനുള്ള അവസരവും കൂടെ കൊടുക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധന്മാരോട് ഇവർ ചെയ്തതിന് ഒത്തത് മൊത്തം ഇവിടെ ചെയ്യുന്നില്ല. മാനസാന്തരത്തിനുള്ള അവസരം കൊടുത്തുകൊണ്ട് അതിന്റെ നീതിയോടുള്ള വിധി നിത്യന്യായവിധിയാണ് വരുന്നത്. ഓക്കെ. മറ്റൊന്നും ഇല്ല എങ്കിൽ നമുക്ക് 5-ാമത്തേതിലേക്ക് പ്രവേശിക്കണം. എന്നാൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ അത് നാളെയാകാം. ഇന്ന് നമ്മുടെ സമയം എനിക്ക് മറ്റേതിൽ ജോയിൻ ചെയ്യാനായതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.